എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കറുവേപ്പിൻ്റെലയും കൊണ്ട് ഒരു അച്ചാറാണ്. എല്ലാവിധ അച്ചാറുണ്ടല്ലോ, അപ്പോൾ അതിൽ പെട്ട കറുവേപ്പിൻ്റെലയും കൊണ്ട് ഒരു അച്ചാറാണ്. ഒരു 150 ഗ്രാം കറുവേപ്പിൻ്റെല ഉണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. തീ കത്തിച്ചു. ഒരു സ്പൂണ് ഉലുവ, ഒരു സ്പൂണ് കടുക്, ഒരു സ്പൂണ് മല്ലിയുണ്ട്. ഒന്ന് വറുത്ത് പൊടിക്കണം. ഇത് 3 എണ്ണം കൂടി ഒന്ന് വറുത്തിട്ട് ലൈറ്റായി വറുത്തിട്ട് ഒന്ന് പൊടിക്കണം. അപ്പോൾ ആദ്യം ഇത് വറക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം മല്ലിയിട്ട് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ മതി. ഉലുവ, 1 സ്പൂൺ ഉലുവ, സ്പൂൺ കടുക്. അല്ലാണ്ട് ആവാൻ പാടില്ല, കരിയാനൊന്നും പാടില്ല. ഒന്ന് ചൂടാവാനേ പാടും, ഒന്ന് മണം വരണം. അപ്പോൾ ആപ്പാക്കാം. അത്രേ ആവശ്യമുള്ളൂ. ഒരുപാട് നേരം വറക്കാൻ പാടില്ല. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അടിച്ചിട്ട് നല്ലെണ്ണ ഒഴിക്കണം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല കഴുകി വെള്ളമൊന്നും ഇല്ലാണ്ട് തുടച്ച് വെച്ചാണ്. ഫ്രഷ് കറിവേപ്പില വേണം. വെള്ളം ഇല്ലാണ്ട് നല്ല കഴുകി വെള്ളം ഇല്ലാണ്ട് തുടച്ച് വയ്ക്കണം. 150 ഗ്രാം ഉണ്ട്. നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. കൊത്തലൊക്കെ നിന്നു. നല്ല വറക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് നല്ല വറക്കണം. എടുത്ത് വയ്ക്കാനുള്ള അച്ചാറല്ല. ഇനി നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ ആവണം. കളറൊക്കെ ഒന്ന് മാറിയിട്ട് വെള്ളമൊക്കെ വറ്റി നല്ലോണം ഒന്ന് ലൈറ്റ് കളർ മാറി വരണം. പൊട്ടലൊക്കെ നിൽക്കും. അപ്പം നമുക്ക് കോരിയെടുക്കാം. ഇനി അടുത്ത് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതിന് ഞരമ്പൊക്കെ കളയണം. പുളിയുടെ വെള്ളം വെച്ചെടുക്കാം. അത്ര മതി. വെള്ളം തിളച്ചു, വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് ഓഫാക്കാം. ആദ്യം വറുത്ത് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചു കൊടുന്നു. ഇനി നമുക്ക് കറിവേപ്പിൻ്റെലയും പുളിഞ്ഞിയും ഒക്കെ പാട്ട് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അരക്കണം. കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്, വിട്ടുപോയി പറയാൻ. അങ്ങനെ അരച്ചു. ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി ഉപ്പിട്ട് അരച്ചാൽ കൂടി. 2-3 സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് അറിയില്ലെങ്കിൽ 2 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. 2 സ്പൂൺ തിളപ്പിച്ചാലേ വെള്ളം ഒഴിക്കാൻ പാടും. ഓരോ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി വന്നിട്ട് ഒരു 50 ഗ്രാം മുളക് പൊടി ഉണ്ട്. കൂട്ടും ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യുക. അധികം വേണമെങ്കിൽ അധികം ഇടാം, കമ്മിയാക്കാൻ കുറച്ച് കമ്മിയാക്കുകയും ചെയ്യാം. 50 ഗ്രാം മുളക് പൊടി ഇടുന്നുണ്ട്. പാകത്തിന് ഉപ്പ്, കല്ലുപ്പ്. ഇങ്ങനെയാണ് അരച്ചത്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ടാണ് വീണ്ടും അരച്ചത്. നല്ല എണ്ണ വീണ്ടും ഒഴിക്കണം, അപ്പോഴേ അറിയുള്ളൂ. ഇനി നമുക്ക് വറുത്തിടാം. അടുപ്പ് കത്തിച്ചു, ചട്ടി ചൂടാവട്ടെ. ഒരു 100-150 ഗ്രാം ഓളം എണ്ണ വേണം. കടുക് 2 സ്പൂൺ കടുക് ഇടുന്നുണ്ട്. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഫുള്ള് വീഡിയോ കാണണം, അപ്പോൾ മനസ്സിലാവുള്ളൂ. എന്നിട്ട് കറുവേപ്പിൻ്റെ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് കമൻ്റൊക്കെ ഇടണം. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കറുവേപ്പിൻ്റെ. എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കണം. കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് കറുവേപ്പില അച്ചാർ. ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കി തരുകയും ചെയ്യാം. ഒരു 5-6 വെളുത്തുള്ളി ചതച്ചിടണം. കടുകിട്ടു, വെളുത്തുള്ളി ഇടുന്നുണ്ട്. 1/2 സ്പൂണ് ജീരകം ഇടുന്നുണ്ട്. 1/2 സ്പൂണേ ഉള്ളൂ. കായപ്പൊടി ഇടുന്നുണ്ട്. നല്ല ഉള്ളി കളറൊക്കെ മാറി. നമ്മൾ അരച്ച് വെച്ച കറിവേപ്പില, മുളക്, മസാല എല്ലാം കൂടി അരച്ച് വെച്ചില്ല ഇടാം. ഒരുപാട് ഗുണങ്ങളുള്ള കറിവേപ്പില അച്ചാർ തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഹാഫാക്കി ഇത്രേ വേണ്ടുള്ളൂ. ഒരുപാട് നേരം കത്തിക്കരുത്.
പുളിപ്പ് ഉപ്പൊക്കെ കുറച്ച് മുമ്പിൽ വേണം. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് പറയണം. പിന്നെ വേണമെങ്കിൽ കുറച്ചൊരു പൊട്ട്, ചെറിയൊരു പൊട്ട് ബെല്ലടാം. അതൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള കറിവേപ്പില അച്ചാർ റെഡിയായി. നല്ല കളർഫുള്ള, നല്ല മണം, അപാര മണമാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.